ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു കബ്സ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന ബീഫ് കബ്സിൻ്റെ റെസിപ്പി. അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടി ആദ്യം നമുക്കൊരു കബ്സ മസാല തയ്യാറാക്കണം. അപ്പോൾ അതൊന്ന് പാനിലിട്ടിട്ട് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്ത് അതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ അളവും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 സവാളയാണ്. അത് ചോപ്പറിലിട്ടിട്ട് നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മുഴുവൻ മല്ലിയും, ഒരു 1/4 ടീസ്പൂൺ മുഴുവൻ കുരുമുളകും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ നേരിയ ജീരകവും, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഒരു ഏലക്ക എന്നിവ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് ഈ ഓയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ഇട്ട് കൊടുത്ത് നല്ലപോലെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ നമ്മൾ പൊടിച്ച് വെച്ച കബ്സ മസാല ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തക്കാളി ചേർക്കുന്നില്ല, അതിന് പകരം തൈരും ചെറുനാരങ്ങ നീരുമാണ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നല്ലപോലെ അതൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അതെന്നോട് വീഡിയോ എടുക്കാൻ വിട്ടു. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ബീഫ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുണ്ട്. വലിയ പീസായിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഈ ബീഫ് ഒന്ന് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 4-5 വിസിലിന് ശേഷം എൻ്റെ ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ബീഫ് മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഓയിലിന് പകരം ഇതിലേക്ക് ബട്ടറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഞാനിവിടെ ഓയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി അതിൽ നിന്ന് ഓരോ ബീഫായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ബീഫൊക്കെ എടുത്തിട്ട് ഗ്രേവി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കണം. ഈ ഒരു സൈഡിൽ നിന്ന് ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഗ്രേവിയിലേക്ക് നമ്മൾ എത്ര ഗ്ലാസ് അരിയാണോ എടുക്കുന്നത് അതിന് ഇപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് അളവ് വെള്ളം എന്നുള്ള രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 2 ഗ്ലാസ് അരി എടുത്തതുകൊണ്ട് 3 ഗ്ലാസ് വെള്ളമായിരുന്നു വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു 1/2 ക്യാരറ്റിൻ്റെ ഇത് ചെറുതായി അരിഞ്ഞതും, പിന്നെ ഒരു 3-4 പച്ചമുളകും, ഒരു ഓറഞ്ചിൻ്റെ ഒരു തൊലിയില്ലേ അതൊരു 2-3 പീസ് പോലെ ആക്കിയെടുത്ത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ കബ്സ മസാല ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം.
ഞാനിവിടെ ബസ്മതി റൈസ് ആദ്യം തന്നെ ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി നമുക്ക് ഈ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ റൈസ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അങ്ങനെ 2 വിസിലിന് ശേഷം എൻ്റെ റൈസ് ഇവിടെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊന്ന് മിക്സാക്കി എടുക്കണം. പക്ഷേ കുക്കറിൽ അത് സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിക്സാക്കിയിട്ട് പാനിലിട്ടെടുത്ത് അതിന് മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും നല്ലൊരു ബീഫ് കപ്സയാണിത്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.